ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊരു ട്രിപ്പ് പോയാലോ? നമ്മൾ ഇന്ന് പോകുന്നത് വിൻചെസ്റ്റർ കാത്തീഡ്രലിലോട്ടാണ്. ഈ കാത്തീഡ്രൽ ഒത്തിരി പുരാതനമായിട്ടുള്ളൊരു കാത്തീഡ്രലാണ്. ഞങ്ങളുടെ ട്രിപ്പ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഈ റോഡൊക്കെ നോക്കിക്കേ, എന്ത് രസമാണല്ലേ. ഒരു വളരെ നാരോ റോഡാണ്. മുന്നിൽ കൂടെ ഒരു വണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് വണ്ടിക്കുള്ള സ്പേസൊക്കെ കൊടുത്തിട്ട് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തിരിച്ചു. ഞാൻ പറഞ്ഞ പോലെ വിൻചെസ്റ്റർ കാത്തീഡ്രലിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കത്തീഡ്രൽ ഉണ്ടാക്കിയേക്കുന്നത്, അതായത് ഫസ്റ്റ് ഫൗണ്ട് ചെയ്തേക്കുന്നത് 11th സെഞ്ച്വറിയിലാണ്. അതായത് 11th സെഞ്ച്വറി എന്നൊന്ന് ഓർത്ത് നോക്കിക്കുക, എത്ര കാലം മുമ്പുള്ളൊരു ബിൽഡിംഗ് ആണെന്നേ. അത് പണി പൂർത്തിയാക്കിയത് 500 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്തെ ഈ ആർക്കിടെക്ചറൽ സ്റ്റൈൽസാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബിഷപ്സ് ഈ ചേർച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും പിന്നെ ഒരുപാട് പറയുന്ന എൻജിനീയേഴ്സ്മാരുടെയും ഗോത്തിക് സ്റ്റൈലും ഉണ്ട് കേട്ടോ. കുറേ പെർപെൻഡിക്കുലർ ബിൽഡിങ്സ്, അതായത് പെർപെൻഡിക്കുലർ നേവൊക്കെ ഗോത്തിക് സ്റ്റൈലിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ബിൽഡിങ് നിർമ്മിച്ചത് ഞാൻ പറഞ്ഞ പോലെ 11th സെഞ്ച്വറിയിലാണ്. ഇപ്പോഴും അതായത് 2000 കഴിഞ്ഞിട്ടും ഇവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം പബ്ലിക്കിന് ഓപ്പൺ ആയത് എനിക്ക് തോന്നുന്നു 2016 ശേഷമാണ് പബ്ലിക്കിന് ഇത് ഓപ്പൺ ആക്കി കൊടുത്തേക്കുന്നത്. അപ്പം നമുക്കിതിന് എൻട്രി ഫീ ഉണ്ട്. അഡൾട്ട്സ് പെർ ഹെഡ് അഡൾട്ട്സിന് 14 pounds പിന്നെ ചിൽഡ്രൻ മോർ ദാൻ 11 yearsന് 6 pounds അതിൻ്റെ എൻട്രി ഫീസ്. പിന്നെ ഈ ടിക്കറ്റ് നമുക്ക് 1 year വാലിഡിറ്റി ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ വീണ്ടും പോയി വിസിറ്റ് ചെയ്യാം. പിന്നെ ഈ ചേർച്ചിൻ്റെ, അതിലേക്ക് ഈ കത്തീഡ്രലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് കുഞ്ഞു ചാപ്പിൾസ് ഉണ്ട്. അതായത് ഓരോ ബിഷപ്പുമാർ അടക്കിയേക്കുന്ന അവർ ഓരോ ചാപ്പലായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അങ്ങനെ ഇവിടെ ഉള്ളത് 7 ചാൻട്രി ചാപ്പിൾസ് ആണുള്ളത്. അപ്പം ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്, ഡെയിലി മാസസ്, അതായത് ഈ ബിഷപ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി മാസസും പ്രെയറും ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിപ്പം ചേർച്ച് സർവീസിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല, വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. പക്ഷേ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, അതായത് ഇങ്ങനെ പബ്ലിക് വരുമ്പോൾ അവർക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് ഒരുപാടാണ്. അവർ പറയുന്നത് പെർ ഡേ അവർക്ക് 14,000 pounds കോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് ഈ മെയിൻ്റനൻസ് കോസ്റ്റ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ എൻട്രി ഫീസൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓരോ ചാപ്പിൾസിലോട്ട് വിസിറ്റ് ചെയ്യാണ്. ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ ഓരോ ബിൽഡിങ്ങിൻ്റെ കളറ്, അവർ യൂസ് ചെയ്തേക്കുന്ന സ്റ്റോൺസ്, ചില സ്റ്റോൺസൊക്കെ എനിക്കൊന്ന് ജെറുസലേം ലൈം സ്റ്റോൺ എന്നൊക്കെ അറിയപ്പെടുന്ന സ്റ്റോൺസും കൊണ്ടൊക്കെയാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഒരു ചാപ്പലാണ്, ഒരു ബിഷപ്പിനെ അടക്കിയേക്കുന്ന ഒരു ചാപ്പലാണ്. ഇതിപ്പം ഇതാണെങ്കിൽ ഇവിടുത്തെ ബിഷപ്പ് എന്ന് പറയുന്നത് സ്വിൻതൻ ബിഷപ്പാണ്. ആ ബിഷപ്പിൻ്റെ ചാപ്പലാണ് ഇത്. അപ്പോൾ അത് ഇച്ചിരി ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ കുറച്ചുകൂടെ എല്ലാം പേരൊക്കെ എഴുതി വെച്ചിട്ട്, എല്ലാ ചാപ്പലിലും പേരും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് അവർ ഇവിടെ വന്ന് ഈ ഇവിടുത്തെ സെയിൻറ്റിനോടുള്ള പ്രാർത്ഥന ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ എല്ലാം നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ ചാപ്പലും കയറി ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന മരങ്ങളൊക്കെ ഒത്തിരി പഴയ മരങ്ങളാണ് കേട്ടോ. ഓക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് എന്ന് പറയുന്ന ഓരോ ലൈം സ്റ്റോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്ന അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ സ്റ്റോണും കൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ വുഡും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് കാണിക്കുന്നത് ഓരോ ബിഷപ്സ്, അതായത് ഇവിടുത്തെ ബിഷപ്സിൻ്റെ പേര് വെച്ചിട്ട് ഓരോ സ്ഥലത്ത് ചാപ്പലായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ചാൻട്രി ചാപ്പിൾസ് എന്നും വെർണബിൾ ചാപ്പിൾസ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചാപ്പിൾസ്. ഈ ചാപ്പിൾസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു ഏരിയയിലോട്ട് പോകുമ്പം കുറച്ച് ഏറെ ചെസ് മോർച്ചറീസ് നമുക്ക് കാണാൻ പറ്റും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇച്ചിരി കഴിഞ്ഞ് ഈ വീഡിയോസിനകത്ത് കാണിച്ചു തരാം. ഇത് ചാൻട്രി ചാപ്പലാണ്, ബിഷപ്പ് ഫോക്സിൻ്റേത്. ഈ ബിഷപ്പ് സെക്രട്ടറി ആയിരുന്നു ടു ഹെൻറി 7 and Henry 8, അതായത് അവിടെ പഴയ കാലത്ത് കിങ്സിൻ്റെ പേരാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പതുക്കെ ചാപ്പിൾസൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഇത് മെയിൻ ഒരു ചാപ്പിളാണ്.
ഇതിനകത്താണ് ചെസ് മോർച്ചറി. ചെസ് മോർച്ചറി എന്ന് പറയുന്ന കുഞ്ഞു ബോക്സായിട്ട് അവർ മേളിലാണ് ആ ബോക്സസൊക്കെ സ്ഥാപിച്ചേക്കുന്നത്. ഇപ്പം ഈ ചാപ്പലിനകത്ത് കയറിയിട്ട് ഒന്ന് മേലോട്ട് ഞാനിത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതൊന്ന് നോക്കിയാൽ മനസ്സിലാകും. കുറേ ഇതാണ് ആ ചാപ്പൽസിൻ്റെ മേളിൽ കണ്ടില്ലേ. ഇതിപ്പോൾ ഒരു ക്വയർ സ്പേസാണ്, റെട്രോ ക്വയർ എന്ന് പറയുന്ന അത് സ്പേസാണ്. ഇവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് ആൾക്കാരെ കാണിക്കാഞ്ഞേ. പിന്നെ ഈ ബിൽഡിങ്സിൻ്റെ ഇതാണ് ചെസ്റ്റ് മോർച്ചറി എന്ന് പറയുന്നത്, മുകളിലിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു 6 ചെസ് മോർച്ചറീസാണ് ഞാൻ അതിനകത്ത് കണ്ടത്. അതിനകത്ത് ഈ പറയുന്നത്, അതായത് ഈ ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്ത സമയത്ത് ഈ എർത്തിൻ്റെ അടിയിൽ കണ്ട കുറച്ച് ബോൺസ് അവർ റിസർച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ആരുടെയൊക്കെ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കെയർഫുള്ളി പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെച്ചേക്കുന്ന മോർച്ചറീസാണ്, ചെസ് മോർച്ചറി എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം ഇതിൻ്റെ ഇവിടെ വിഞ്ചസ്റ്ററിൽ വേറെ എന്തൊക്കെയുണ്ടെന്നുള്ള കാഴ്ചകൾ കാണാൻ പോവാണ്. ഇവിടെ വിഞ്ചസ്റ്ററിൻ്റേതായിട്ടുള്ള ഇല്ലുമിനേറ്റഡ് വിഞ്ചസ്റ്റർ ബൈബിളുണ്ട്. അപ്പം ബൈബിളിലും പിന്നെ പഴയ ഒരു ലൈബ്രറി ഉണ്ട്. ആ 2 സ്ഥലത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്, അതൊക്കെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചു. പക്ഷേ ഈ പറയുന്ന വിഞ്ചസ്റ്റർ ഇല്ലുമിനേറ്റഡ് ബൈബിളുണ്ട്, അത് ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഇതും ലാറ്റിനാന്ന് തോന്നുന്നു, ഞാൻ അവരോട് ചോദിച്ചില്ല, പക്ഷേ ബൈബിൾ എഴുതിയേക്കുന്നത് ലാറ്റിനാന്ന് അവർ കൺഫേം ചെയ്തായിരുന്നു. അപ്പം ഇതൊക്കെ പഴയ ഓരോ സ്ക്രിപ്റ്റ്സാണ്, അല്ലെങ്കിൽ റൈറ്റിങ്സാണ്. അതെത്ര ഭംഗിയായിട്ടാണ് അവർ സൂക്ഷിച്ചേക്കുന്നത്. ഇനി കുറേ ലൈബ്രറിയിൽ പോയാലും കുറേ ബുക്സ് ഉണ്ട്, അത് ഒത്തിരി പഴയ കാലത്തെ ബുക്സാണ്. പക്ഷേ ഈ പറയുന്ന പോലെ നമുക്കത് തൊടാനൊന്നും പാടില്ല, ജസ്റ്റ് കണ്ട് കേട്ട് പോരാം. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് പോവാണ്. അപ്പം താഴെ പറയുന്ന ഇതാണ് ലൈബ്രറി, ഞാൻ പറഞ്ഞ മോർലേസ് ലൈബ്രറി. പിന്നെ നമ്മൾ നെക്സ്റ്റ് 3rd സ്റ്റോറിലോട്ട് പോവാണ്, 3rd ഫ്ലോറിലോട്ട് പോവാണ്. ഇതിൻ്റെ ഈ തടിയൊക്കെ നോക്കിക്കുക, എന്ത് പഴയ തടികളാണെന്നറിയാം. പിന്നെ ഈ സ്റ്റോൺസും കാര്യങ്ങളും. ഇനി നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് പോയിട്ട് ഇവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. അതായത് ഏത് രാജാവിൻ്റെ കാലത്ത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ. ഇതൊരു മോഡലാണ്, നമ്മുടെ ടോട്ടലി കത്തീഡ്രലിൻ്റെ ഒരു മോഡൽ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിനകത്ത് ഈ സ്ക്രീനിനകത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന സ്റ്റോണിൻ്റെ പേരും അല്ലെങ്കിൽ യൂസ് ചെയ്തേക്കുന്ന വുഡും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നുള്ളത് ഇവിടെയും ഒരു പള്ളി ബെല്ലുണ്ട് കേട്ടോ, പക്ഷെ അത് ഇപ്പോൾ ഹാങ് ചെയ്തിട്ടില്ല. അവർ മുകളിലോട്ട്, അതായത് 1930 ഒരു രാജാവിൻ്റെ കാലത്ത് എഴുതിയിട്ടുള്ള ഒരു ബെല്ലാണ് അത്. എനിക്ക് തോന്നുന്നു ഒരു 1-2 പ്രാവശ്യം അത് ബെല്ല് അടുപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. ഒരു ഗൈഡ് എനിക്ക് പറഞ്ഞു തന്ന, പക്ഷെ ഞാൻ ക്ലിയർലി അത് കേട്ടില്ല. പക്ഷെ നമുക്ക് ആ ബെല്ല് ഇപ്പോൾ കാണാൻ പറ്റത്തില്ല. ആ ബെല്ലിൻ്റെ സ്ഥലത്തോട്ടും ആക്സസ് ഉണ്ട്, പക്ഷെ നമുക്ക് പബ്ലിക്കിന് പറ്റില്ല. സ്പെഷ്യൽ പീപ്പിളിന്, ഓത്തറൈസ്ഡ് പീപ്പിളിന് മാത്രമേ ആ ബെല്ലിൻ്റെ സൈഡിലോട്ടുള്ള ആക്സസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബെല്ല് നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് റൈറ്റിങ്സ് ഉണ്ട് കേട്ടോ, അതായത് ഇതിൻ്റെയൊക്കെ അതെങ്ങനെയാണ് ഇത് റെസ്റ്റോർ ചെയ്തതെന്നും റീഡിസ്കവർ ചെയ്തതെന്നും അല്ലെങ്കിൽ ഇവർ ഫൗണ്ട് ചെയ്തേക്കുന്ന ബോൺസ് എങ്ങനെയാണ് സീൽ ചെയ്തേക്കുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, വിഞ്ചസ്റ്റർ കാത്തീഡ്രൽ എന്നുള്ളത് എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടുത്തെ ടൈൽസൊക്കെയാണ്, ഇതിവിടെ ഇങ്ങനത്തെ ടൈലൊക്കെ യൂസ് ചെയ്തേക്കുന്നൊക്കെ ഉള്ളതാണ് എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞ ബെല്ലിൻ്റെ സ്ഥലം ഇതാണ്. നമുക്കിതിപ്പോൾ കാണാൻ പറ്റില്ല, ബെല്ലിൻ്റെ ആക്സസ് ഇതിൻ്റെ മുകളിലാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു ഈ ബിൽഡിങ്സൊക്കെ കാണാൻ, ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു കേട്ടോ. അതായത് ഒരുപാട് ഇംഗ്ലീഷ് ഹിസ്റ്ററിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇംഗ്ലീഷ് ഹിസ്റ്ററി, ആംഗ്ലോ സാക്സൺ കാലം തൊട്ടേ ഉള്ള ഒരു ഹിസ്റ്ററി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നെയ്തൻ. വളരെ ക്യൂരിയസ് ആയിരുന്നു, കാരണം അവൻ നെക്സ്റ്റ് ഇയർ പഠിക്കാൻ പോകുന്നതാണ് ഈ ഹിസ്റ്ററി. അപ്പം കണ്ടോ, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് റീഡിങ് അവനും കുറച്ചൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ടൈം അപ്പായി. അപ്പം നമ്മൾ പോകാറായതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
ഹോപ്പ് യു ഓൾ ഹാവ് എൻജോയ് ദിസ് വീഡിയോ. സീ യു വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കത്തീഡ്രൽ, നോക്കിക്കേ. പിന്നെ ബ്യൂട്ടിഫുൾ ലീവ്സ്. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. സി